ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് ടെറിബിൾ. ഡോക്ടർ റഹീം എന്ത് പറഞ്ഞു? ഡോസേജ് കൂട്ടിയിട്ട് കാര്യമില്ല. രാത്രിയാകുമ്പോഴാ പേടി. പകൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാം. അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാലിനിക്ക് ലീവ് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇപ്പൊ എങ്ങനെയുണ്ട് വീട്ടാ? സഹിക്കാവുന്നതായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അതാണ് കഷ്ടം. ഞാനിവിടെ ഹാൾട്ട് ചെയ്യുന്നു. ഡോണ്ട് വറി, ദിവസേന രാത്രി ഒന്നും നിൽക്കാനും പ്രയാസമില്ല. ഭക്ഷണം ഒന്നും കഴിക്കണില്ല. ഈ ഇളനീര് വെള്ളം ഇടയ്ക്ക് കുറേശ്ശെ കുടിക്കും. ചെറിയമ്മേ, രാജേന്ദ്രൻ ഇവിടെ താമസിക്കാണ്. അത് നന്നായി. വടക്കേ അറയിൽ കിടക്കാലോ. കാർത്തി കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാ അതിലൊരു പുളിമുറി ഉണ്ടാക്കിയത്. മാറ്റി വിരിക്കാൻ ദുർഗോട് പറഞ്ഞാ മതി. അവളുള്ളതാ വലിയൊരു സഹായം. മാലിന്യം ഇല്ലാത്തപ്പോ അവളിവിടെ കിടക്കും. 5-6 ദിവസം പാവം കണ്ണ് ചിമ്മിയിട്ടില്ല. എങ്ങനെയുണ്ടടി? ഇന്നലെ രാത്രി കുറച്ച് വേദന കലശലായി. ഇന്നിപ്പോ അവരൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസം ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തണാവോ. ഇതിലും ഭേദം വേഗം അങ്ങോട്ട് വിളിക്കുകയല്ലേ ഭഗവാനെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അന്ന് നമ്മളൊക്കെ വിചാരിച്ച പോലെ നടക്കാണ്ട് പോയതെന്താ? നിന്റെ ജാതകത്തിൽ വൈദ്യവിദോഷം ഉണ്ടാവില്ല, അതന്നെ. അമ്മ എന്തിനാ പിന്നെ അതന്നെ പറഞ്ഞോണ്ടിരിക്കണ? ഒക്കേറ്റിനും ഒരു ദൈവനിശ്ചയം ഉണ്ടാവുമെന്ന് സമാധാനിച്ചോ ദുർഗേ? അമ്മയ്ക്കൊന്നറിയോ, ഏട്ടത്തിമ്മ വരും പോവും, ഉദ്യോഗം കളയാൻ വയ്യല്ലോ. പക്ഷേ മുജ്ജന്മത്തില് എനിക്കും ചിലത് വിധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ രവിയേട്ടന് ഇപ്പം ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്റെ മടി കിടന്ന് എന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ചിട്ടാവും രവിയേട്ടന്റെ അവസാനം. അതിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാജേന്ദ്രന് നമ്മുടെ ശാപ്പാടൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. വലിയ സ്ഥിതിയിൽ കഴിയുന്ന ആളുകളാവുമ്പോ അവനതൊക്കെ ശീലാണ്. എന്റെ കൂടെ ഒറ്റ മുറിയില് വെപ്പും തീരുമാനിച്ച് കഴിഞ്ഞല്ലേ കുറെ കാലം. പണം കൊണ്ട് ഒരുപാട് സഹായിച്ചു എന്ന് മാലിനി പറഞ്ഞു. ചികിത്സയുടെ ആവശ്യത്തിന് ഒരു കഷ്ണം പറമ്പ് വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. രാജേന്ദ്രൻ സമ്മതിച്ചില്ല. ആവശ്യത്തിനല്ലേ മുതല്, ആവശ്യം വന്നാ വിൽക്ക് തന്നെ. ആളുകൾ സ്ഥലം തിരഞ്ഞു നടക്കാണ് എല്ലാ ദിക്കിലും. ഭൂമിയുടെ വിലയൊക്കെ കൂടിയിരിക്കണു ഇവിടെയും. ആലോചിച്ചപ്പോ ഒന്നും വിൽക്കണ്ടെന്ന് നിശ്ചയിച്ചു. കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. അതിന് ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇതൊക്കെ വിറ്റുപോകും. എന്നെങ്കിലും മാലിനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടാവില്ലല്ലോ. ഇവിടെ കുറച്ച് മുതലുണ്ടായിട്ട് ആ കുട്ടിക്ക് കാര്യമില്ല എന്ന് വെച്ചോളൂ. അല്ല, ഞാൻ വിൽക്കണ്ട, ആരും വിൽക്കണ്ട. ഒരു പഴയ തറവാടല്ലേ. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടതാണല്ലോ നമ്മളെല്ലാം. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു ഫാമിലി ട്രസ്റ്റാക്കി മാറ്റണമെന്ന എൻ്റെ ആഗ്രഹം. ചെറിയമ്മയ്ക്കും മക്കൾക്കും ഉള്ളതുപോലെ മാലിനിക്കും ഒരവകാശം വെച്ചാൽ മതി. എപ്പോ വേണമെങ്കിലും വന്ന് താമസിക്കാം. നല്ല കാര്യമാണ്. പക്ഷേ മാലിനിക്ക് അവകാശപ്പെട്ടാന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആ കുട്ടിക്കും കൂടി അതിന് സമ്മതമാവണ്ടേ? ഞങ്ങള് കുട്ടികളുടെ കൂടെ മാറി മാറി നിന്നോളാം. അത് വിചാരിച്ചിട്ട് വയ്യാത്ത കാലത്ത് ചെറിയമ്മ അമ്മൂട്ടിയുടെ ലൈൻ വീട്ടില് ഒറ്റമുറി. ബോംബെയില് കാർത്തിയുടെ സ്ഥലം എന്ന് പറഞ്ഞാല് ചെറിയച്ഛൻ അതൊന്നും ആലോചിക്കേ വേണ്ട. മാലിനിക്കും കൂടി സമ്മതാണോന്ന്? ഇതിന്റെ തീരുവല അറിഞ്ഞിട്ടല്ലോ അവളെന്നെ കല്യാണം കഴിച്ചത്. ഇതെന്നും ഇങ്ങനെ തന്നെ നിലനിർത്താൻ അതിനു വേണ്ട വകുപ്പുകളൊക്കെ വെച്ച് ആധാരം എഴുതിച്ചോളൂ. അധികം വൈകിക്കണമെന്നില്ല.
ഞങ്ങൾക്കൊന്നും വേണ്ട മോനെ. എന്റെ കണ്ണടയണവരെ നിന്നെ കാണണമെന്ന് ഒറ്റ മോഹേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഐ എം കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഒന്നും ആലോചിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. മകൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചു എന്നറിഞ്ഞാൽ സാറിന് മനസ്സ് മാറിക്കൊടുന്നില്ല. ലെറ്റ് us hope. അവരാരും തിരിഞ്ഞു നോക്കില്ല, ഉറപ്പ്. നോക്കൂ, എല്ലാറ്റിനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴാണ് തനിച്ച് ധൈര്യമായിട്ടിരിക്കൂ. ഒരാളെ സഹായത്തിനില്ലാതെ ഞാൻ എന്താ മാലിനി പറയുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ, വിഷമിക്കരുത്. മാലിനിക്ക് ഒരു കഷ്ടപ്പാടും വരില്ല. നോക്കൂ, ഞാനില്ലേ, ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു. പഴയ വീടുകളിൽ ഒരു കൺസ്ട്രക്ഷന്റെ ഗുണം ചൂടില്ല, ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ്. മാലിനി ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ നിർബന്ധിച്ച് താഴത്തേക്ക് അയച്ചു. മാലിനിയുടെ കാര്യം ആലോചിക്കുമ്പോ ഐ എം റിയലി വറീഡ്. അധികം ആലോചിച്ച് ടെൻഷൻ കൂട്ടരുത് വേട്ടാ. സഹായത്തിന് നീ ഉണ്ടെന്നതാണ് ആശ്വാസം. സമാധാനമായിട്ടിരിക്കും. ഞാൻ മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ. ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ തന്റെ വീട്ടുതടങ്കലിൽ വെച്ച ഒരു പെണ്ണിനെ പുറത്തിറക്കാനും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഒരു കല്യാണം നടത്താനുമുള്ള ചങ്കൂറ്റം ഒരു രാജേന്ദ്രന് മാത്രമേ ഉണ്ടാവൂ. രവിയേട്ടന് മാലിനി ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നടത്തു തന്നെ. അതൊരു ഡ്യൂട്ടി ആയിരുന്നല്ലോ. വീരസാഹസങ്ങളൊക്കെ വിട്ടിത്തായെന്ന് ഇപ്പൊ തോന്നാൻ മാലിനിക്ക് അല്ലേ? ഫെയ്റ്റ്, ഫെയ്റ്റ് എന്നല്ല നമ്മൾ എന്ത് പറയാൻ. ഇന്നും അവൾക്കൊരു ആപത്ത് വരുമ്പോ, ആപത്ത് വേണ്ട, ചെറിയൊരു പ്രോബ്ലം വരുമ്പോ പറയും രാജേന്ദ്രനെ വിളിക്കുക. ഷീ ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു ഓൾവേസ്. നീയാണ് എന്തിനും ആശ്രയം. അടുത്ത ഫ്രണ്ട്സ് പിന്നെന്തിനാണ്? ഞാനിപ്പോ ആലോചിക്കുകയാണ്, അന്ന് ഇടയ്ക്ക് ഞാൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഐ എം ഷുവർ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റെന്തൊക്കെയോ ആയി മാറുമായിരുന്നു. ഇല്ലേ രവിയേട്ടാ? ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നു അല്ലേ? രവിയേട്ടാ, ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ആരും ഒരു തെറ്റും കാണില്ല. ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇഷ്ടമാണ്. അതിലധികം ഐ നോ യുവർ ഇന്റഗ്രിറ്റി ആൻഡ് സിൻസിയറിറ്റി. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിനക്ക്
നിനക്കിന്നും അവളെ ഇഷ്ടല്ലേ? യെസ്, ഐ ലൈക്ക് ഹർ. 6 മാസം എൻ്റെ ക്ലാസ്സിലിരുന്നിട്ടില്ലേ? പഴയ പാഠം പകരം വയ്ക്കാൻ മറ്റൊരു വാക്കില്ലാതെ വരുമ്പോൾ പഴയ തന്നെ ഉപയോഗിക്കുന്നതാണ് ശരി. സേ യു ലവ് ഹർ.